അപ്പൊ നമ്മൾ ബന്ധങ്ങളിലൂടെ ബിസിനസ് ഡെവലപ്പ് ആണെന്ന് കണ്ടോ, ബന്ധങ്ങളിലൂടെ. അപ്പൊ ഇപ്പം നമുക്കിപ്പോ ഓരോരുത്തരും നമ്മൾ റെസിഡൻസ് അസോസിയേഷനിൽ അംഗത്വമുള്ള ആളവരല്ലേ. അപ്പൊ റെസിഡൻസ് അസോസിയേഷനിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, ആ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആവണം. ആ ഗ്രൂപ്പിലുള്ള ഒരു 300 കുടുംബങ്ങളോ അല്ലെ എത്രയാണോ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിലെ മുഴുവൻ പേരും ആ റെസിഡൻസിൽ ഉണ്ടാവുമല്ലോ. ആ റെസിഡൻസ് അസോസിയേഷനിൽ ആ ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ അഭിപ്രായങ്ങൾ പറയണം, നല്ല നല്ല നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. അവിടുത്തെ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കണം, അവർ വിളിക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ അടക്കുന്നു പോകണം. അപ്പൊ അവിടങ്ങളിലൊക്കെ എത്ര ബന്ധങ്ങൾ നമുക്ക് കിട്ടും. അവിടെയെല്ലാം നമ്മളൊരു പോസിറ്റീവായ ഒരു സമീപനത്തോടു കൂടി, നല്ല സ്നേഹത്തോടു കൂടി, ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരല്ലേ, അങ്ങനെ അതിൽ വേണം. നമുക്ക് റീയൂണിയനുകൾ ഇപ്പോൾ ഉള്ള ഒരു കാലമല്ലേ. റീയൂണിയനുകളിൽ എത്രയോ അംഗങ്ങൾ ഉണ്ടാവും, അവരൊക്കെ റിലേഷൻ ഗ്രൂപ്പുകളിൽ. നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ സജീവമാവണം. ഇൻസ്റ്റഗ്രാമുകളിൽ, ഫേസ്ബുക്കുകളിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ സജീവമാകണം, ഇല്ലേ. നമ്മളിപ്പോ എല്ലാം ഈ കേരളത്തിനകത്ത് നമുക്കറിയാം, ജാതി സംഘടനകളും മതസംഘടനകളും ഇതിലെല്ലാം നമ്മളും അംഗങ്ങളാണ്. എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അതിലൊക്കെ നമ്മൾ അംഗങ്ങളാണ്. അതിലുള്ള വ്യക്തിത്വങ്ങളുമായി നമുക്ക് പരിചയങ്ങളും ബന്ധങ്ങളും കൂടുതൽ ഊട്ടിയുറപ്പിക്കണം, അല്ലെ. നമ്മുടെ അയൽവാസികളെ കാണുമ്പോൾ എന്താണ്, നമ്മൾ സ്നേഹത്തോട് പെരുമാറുന്നില്ലേ, അവരോടുള്ള ബന്ധങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP ഉണ്ട്, അതിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് നമുക്ക് ബന്ധമില്ലേ, അവരെയൊക്കെയുള്ള ബന്ധങ്ങൾ നമ്മൾ കൂട്ടിയുറപ്പിക്കണം. അവരുടെയൊക്കെ നമ്പറുകൾ എഴുതി വെക്കണം, ഇല്ലാത്ത നമ്പറുകൾ വാങ്ങണം. അപ്പൊ നമുക്കൊരാളെ പരിചയപ്പെട്ടാൽ ആ പരിചയപ്പെട്ട ആളോട് സ്നേഹത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി സംസാരിക്കുകയും ആ വ്യക്തികളുമായിട്ടുള്ള അടുപ്പം കൂട്ടിയെടുക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. നമ്മളെങ്ങനെ ഒരാളെ പരിചയപ്പെടണം, അല്ലെ. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ, മഴയത്ത് ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു, അല്ലെ, അവിടെ ഇപ്പൊ 2-3 പേരുണ്ടാവും. അപ്പൊ നമുക്ക് ഒരാളെ എങ്ങനെ സംസാരിക്കണം, നമുക്ക് ഒരു പരിചയമില്ല, എന്ത് ചെയ്യും എന്നുള്ളതല്ല, എങ്ങനെ നമ്മൾ തുടങ്ങണം. എന്തും മഴയാണല്ലേ, ഓഹ് നല്ല മഴ എന്ന് പറയുമ്പോ ആ വ്യക്തിയും പറയൂലേ, ശരിയാണ് നല്ല മഴയെന്ന്, ഇല്ലേ, നല്ല മഴയാണ്, ഓ കൊടയെടുക്കാൻ മറന്നുപോയി, ഞാനും കൊടയെടുക്കാൻ മറന്നുപോയി, അല്ലെ. അപ്പൊ എവിടെയാണ് വീട്, എവിടെയാണ്, ഇന്നെടുത്ത വീട്, പേരെന്താണ്, ആരൊക്കെ ഉണ്ട് വീട്ടില്, അപ്പൊ ഒന്ന് പരിചയപ്പെട്ടു, അല്ലെ. അപ്പൊ നമ്മൾ പരിചയപ്പെടുമ്പോ നമുക്കറിയാം അങ്ങനെ നിരവധി ആളുകളെ പരിചയം. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്പർ മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്പർ വാങ്ങിക്കും. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ, അല്ലെ, അങ്ങനെ നമ്മൾ ഓരോ പരിചയങ്ങളും ബന്ധങ്ങളും കൂട്ടി കൊണ്ടുപോകാൻ നമ്മുടെ ഡയറിയിലേക്ക് അത്തരം പേരുകൾ ചേർത്ത് വെക്കണം, അല്ലെങ്കിൽ മൊബൈലിലേക്ക് സേവ് ചെയ്ത് വെക്കണം. പഠിച്ചു എന്നല്ല ഈ പറയണത്, ഇതൊരു കടലാണ്. കടൽ പോലുള്ള സബ്ജക്റ്റ് ആണ്, എന്നാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഞാൻ അതിനെപ്പറ്റി